പ്രൊഫസർ എ ജി ജോർജ്, ഇപ്പോൾ ഈ റഫീഖ് വിശദീകരിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കേരളത്തിൽ വയനാട് നടന്ന ഇതുപോലൊരു ദുരന്തം, സമാനതകളില്ലാത്ത ദുരന്തം, നമുക്ക് രാഷ്ട്രീയം പറയേണ്ടതല്ല, എന്നാൽ പോലും കേന്ദ്രമന്ത്രി പറഞ്ഞതുപോലെ 1-2 വാർഡ് ഒലിച്ചു പോയതൊന്നും അല്ല, ഒരു നാട് തന്നെ ഒലിച്ചുപോയി എന്ന് നമ്മൾ അക്ഷരാർത്ഥത്തിൽ അതിനപ്പുറം ഒരു വാക്കില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ പറയുന്നത്. എന്താണ്, ജീവിതങ്ങൾ ഒലിച്ചു പോയതാണ് ആ പ്രദേശത്തെ, നമുക്കൊക്കെ അറിയാം. അത് അവിടെ ഒരു സർക്കാർ 2 മാസത്തിനകം തന്നെ ഭൂമി കണ്ടെത്തുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതാണ് ഇന്നിപ്പോൾ കോടതി അംഗീകരിച്ചത്. അപ്പോൾ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വളരെ വേഗത്തിൽ പോയി. ഇന്ത്യയിൽ ഒരിടത്തും നടന്നിട്ടില്ലാത്ത അത്ര വേഗതയിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയത്. അപ്പോൾ അത് കോടതിയും കൂടി അംഗീകരിക്കുമ്പോൾ, കോടതി ഒപ്പമുണ്ട് എന്ന് ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാരിലെ മന്ത്രി തന്നെ, റവന്യൂ മന്ത്രി തന്നെ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞതാണ് നമ്മൾ കണ്ടത്. കോടതിയും ഒപ്പമുണ്ട്, സർക്കാർ ഒപ്പമുണ്ടെന്ന് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. പ്രതിപക്ഷവും ഒപ്പം വേണ്ടേ, കേന്ദ്രം ഒപ്പം ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് ഞാൻ പി കൃഷ്ണദാസിനോട് ചോദിച്ചത്. അതിൽ വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. നമുക്ക് മുന്നോട്ട് ചോദ്യങ്ങൾ ചോദിച്ചു പോകാം. പ്രതിപക്ഷവും അക്കാര്യത്തിൽ ഇനി സംശയിച്ചു നിൽക്കേണ്ടതുണ്ടോ? കൈ കൊടുത്ത് പോകണ്ടേ സർക്കാരിനോടൊപ്പം? ഡോക്ടറെ ലാലെ, ഇത് ഒരു മാനുഷിക പ്രശ്നമെന്ന രീതിയിലാണ് ഈ രാജ്യത്തുള്ള എല്ലാ കക്ഷികളും തുടക്കം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇതിനകത്ത് പ്രതിപക്ഷ കക്ഷികൾ ഏതാണ്ട് ഭരണപക്ഷത്തിൻ്റെ നടപടികളോട് വിയോജിച്ച് നിന്നുകൊണ്ട് നിസ്സഹകരിക്കുന്നു എന്ന് പറയുന്ന ഒരു മുൻവിധിയോ ആ തരത്തിലുള്ള ഒരു സൂചകമോ ശരിയാണ് എന്നൊരു അഭിപ്രായം നമുക്കില്ല. എന്തായാലും ഡോക്ടർ ലാലി പറഞ്ഞതുപോലെ തുടക്കത്തിൽ തന്നെ ഞാൻ ഒരു സംശയമില്ലാത്തതിൽ തന്നെ പറയാം, പ്രതിപക്ഷം ഈ കാര്യങ്ങളൊക്കെ ഒരു കൂടുതൽ തന്നെ നിന്ന് പോകുമ്പോഴും ചില സംശയങ്ങൾ, ഇനി പിന്തുണ നൽകണോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഒരു ഘട്ടം നമ്മൾ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പുനരധിവാസം വൈകിപ്പോയി എന്ന കുറ്റപ്പെടുത്തൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെയുള്ള സംഘടനകളൊക്കെ വീട് വാഗ്ദാനം ചെയ്തിട്ടും അതൊന്നും സർക്കാർ വേണ്ട രീതിയിൽ വേഗതയിൽ ഏറ്റെടുത്തില്ല എന്ന പരാതികൾ പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നത് കേട്ടു. കർണാടക സർക്കാർ വാഗ്ദാനം ചെയ്തത് വേണ്ട രീതിയിൽ വേഗതയിൽ എടുത്തില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു. അതല്ലല്ലോ സത്യം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാമല്ലോ. അതാണ് ഞാൻ ചോദിച്ചത്. ഡോക്ടർ ലാലെ, അത് അത്തരം വിമർശനങ്ങളെ പോസിറ്റീവായിട്ടാണ് കാണേണ്ടത്. രാഷ്ട്രീയമായി അതിനെ വിലയിരുത്താൻ ശ്രമിക്കുന്നത് അത്ര യുക്തിസഹജമാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം എന്താണ്, പ്രതിപക്ഷമാകട്ടെ ഭരണപക്ഷമാകട്ടെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലുണ്ടായ അത്യഭൂതപൂർവമായ ഈ ഒരു ദുരന്തത്തിൽ ഇരയായിട്ടുള്ള ആളുകളെ എത്രയും വേഗം സഹായിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും താല്പര്യം. അതിനകത്ത് രാഷ്ട്രീയ ഭേദമൊന്നും പാടില്ല എന്ന് തന്നെ നാം എല്ലാവരും വിശ്വസിക്കുന്നവരുമാണ്. ഇപ്പോൾ ഡോക്ടർ ലാലി സൂചിപ്പിച്ചതുപോലെ ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് വന്നതായ തീരുമാനം സ്വാഭാവികമായി സർക്കാരിൻ്റെ ഈ ദുരിതാശ്വാസ നടപടികളെ അല്ലെ പുനരധിവാസ നടപടികളെ തീർച്ചയായും ശക്തിപ്പെടുത്തുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ നമ്മളിവിടെ പറയുന്നത് പോലെ അത്ര ഒരു ലഘുവായിട്ടുള്ള ഒരു സംഗതിയല്ല ഇനിയും അവശേഷിക്കുന്നത് എന്നത് നാം കാണാതെ പോകരുത്. ഞാൻ ഇന്ന് കോടതിയുടെ ആ ഒരു തീരുമാനം കഴിയുന്നത്ര വിശദമായി പഠിക്കാൻ ശ്രമിച്ച ഒരാളാണ്. അതിനകത്ത് ധാരാളം വ്യവസ്ഥകളുണ്ട്. ഇനിയും വലിയ നിയമ കടമ്പകൾ കടക്കേണ്ടതായി വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഡോക്ടർ ലാലിന് അറിയാമെന്നാണ് എൻ്റെ വിചാരം. അതിനകത്തുള്ള നിയമപരമായിട്ടുള്ള നൂലാമാലകൾ പൂർണ്ണമായി ഇന്നത്തെ തീരുമാനത്തോടുകൂടി ശമിച്ചിട്ടില്ല എന്ന വസ്തുതയുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് ഈ പറയുന്ന ഈ 2 എസ്റ്റേറ്റുകൾ, മലയാളം പ്ലാന്റേഷൻ്റെയും എൽസ്റ്റൺ എസ്റ്റേറ്റിൻ്റെയും ഉടമസ്ഥാവകാശം തമ്മിലുള്ള തർക്കം ഇപ്പോഴും കോടതിയുടെ മുൻപിലാണ്. അപ്പോൾ ഉടമസ്ഥാവകാശം ഇല്ലാത്തതായിട്ടുള്ള ഒരു വസ്തു എങ്ങനെ സർക്കാരിന് വിട്ടുകൊടുക്കാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ പതിവില്ലാത്ത വേഗതയിൽ കോടതി ഇന്നത്തെ വിധിയിൽ തന്നെ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊന്നും പുനരധിവാസത്തെ ബാധിക്കേണ്ടതില്ല, സർക്കാരിന് ഈ ഭൂമി ഏറ്റെടുക്കുന്നതിൽ അതൊരു തടസ്സമാകേണ്ടതില്ല, അത് ഏറ്റെടുക്കാം, നാളെ മുതൽ ആ നടപടികൾ തുടങ്ങാം. അതനുസരിച്ച് ഇനി ഭാവിയിൽ ഉടമസ്ഥാവകാശത്തിൽ എന്തെങ്കിലും തർക്കങ്ങൾ മാറി തീരുമാനിക്കപ്പെടുന്നൊരു ഘട്ടം വന്നാൽ, ഇപ്പോൾ അത് ഹാരിസൺ ആണെങ്കിലും എൽസ്റ്റൺ ആണെങ്കിലും ഒക്കെ അത് പൈസ നഷ്ടപരിഹാരം ഉൾപ്പെടെ സർക്കാരിൽ നിന്ന് വാങ്ങുന്നുണ്ടാകും. ഭാവിയിൽ അത് തിരിച്ചു കൊടുക്കേണ്ടി വരും അല്ല എന്ന് തെളിഞ്ഞാൽ. അതൊക്കെ കോടതി വിധിയിലുണ്ട്. ഡോക്ടർ ലാലെ, ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയാണ്. എന്നോടൊപ്പം ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി ഒരു അഭിഭാഷകനാണ്. അദ്ദേഹത്തിനറിയാം ഇതിനെ സംബന്ധിച്ച് ഇതിൻ്റെ മറുഭാഗത്ത് നിൽക്കുന്ന ആളുകൾ ചില്ലറക്കാരൊന്നുമല്ല. മലയാളം പ്ലാന്റേഷനും എൽസ്റ്റൺ എസ്റ്റേറ്റും എന്നൊക്കെ പറഞ്ഞത് പരമ്പരാഗതമായി ഈ എസ്റ്റേറ്റുകൾ കൈവശം വെച്ച് അവിടെ
അവർ കൃഷി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതു തരത്തിലുള്ള കൃഷിയാണെങ്കിലും ശരി. അവരിപ്പോൾ മനസ്സോടുകൂടിയാണ് ഇത് കൊടുക്കുന്നതെന്നാണോ ഡോക്ടർ ലാൽ വിചാരിക്കുന്നത്? ഒരിക്കലുമല്ല. ഇപ്പോൾ ഈ നന്നതായിട്ടുള്ള നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നിർബാധം യാതൊരു വ്യവസ്ഥകളുമില്ലാതെ ഈ എസ്റ്റേറ്റുകൾ വിട്ടുകൊടുക്കുമെന്ന് വിചാരിക്കാൻ എന്നെ പോലെയുള്ളവർക്ക് സാധിക്കുന്നില്ല. കാരണം അല്ല, അവരുടെ മനസ്സിനെ നമ്മൾ അതല്ല, ഞാൻ പറയുന്നത് നിയമം മാത്രം ഒറ്റ മിനിറ്റ് ഈ പറഞ്ഞ നിയമം മാത്രം നോക്കിയാൽ പോലും ഇത് ഇപ്പോൾ സ്ഥലം ഏറ്റെടുക്കുന്നതിന്, ഭൂമി ഏറ്റെടുക്കുന്നതിന് സർക്കാരിന് അവകാശമുണ്ട് എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. അതിന് ഡിവിഷൻ ബെഞ്ചിലേക്കും അടുത്ത അപ്പീലിലേക്കൊക്കെ പോകുന്നൊരു ഘട്ടം ഉണ്ടാകുകയാണെങ്കിൽ പോലും ഈ സർക്കാരിൻ്റെ അധികാരം ഉപയോഗിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഭൂമി ഏറ്റെടുക്കപ്പെടുന്ന പ്രക്രിയയ്ക്ക് തടസ്സമുണ്ടാകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും വലിയ പ്രശ്നം പണത്തിൻ്റെ കാര്യത്തിലാണ്. നമ്മൾ ഈ ഇല്ലാത്ത കാര്യങ്ങൾ ഇപ്പോൾ വരട്ടെ, വരുമ്പോൾ നമുക്ക് നോക്കാം. പക്ഷെ പണമാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം. ആ പണത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയാണ് പ്രതിപക്ഷം ഇനിയിപ്പോൾ കൂടുതൽ അവരെ ഒന്നുകൂടി ഒന്ന് ഇളക്കാനാണ് ശ്രമിക്കേണ്ടത്, അവരെ അനുകൂലമാക്കി എടുക്കാനാണ് ശ്രമിക്കേണ്ടത്. അതൊക്കെയല്ലേ ഇനി വേണ്ടത്? ഡോക്ടർ ലാലിൻ്റെ ആഗ്രഹവും പ്രതീക്ഷയും ഞാൻ ആദരിക്കുന്നു. അത് അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പക്ഷേ അങ്ങനെ നിസ്സാരമായിട്ട് ഈ സർക്കാരിന് ഇനി ഇത്രയും ഒരു വിധി കിട്ടിയതുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന് വളരെ ലളിതമായി അതിനെ വ്യാഖ്യാനിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നതായിട്ടുള്ള തീരുമാനത്തിൽ പറയുന്നത് ഇതിൻ്റെ വിലയെ സംബന്ധിച്ച് 2013 കൈമാറ്റം സംബന്ധിച്ചുള്ള വ്യവസ്ഥകളനുസരിച്ച് ഇതിൻ്റെ വില നിശ്ചയിക്കണം. ഏതെങ്കിലും കാരണത്താൽ ഈ നിശ്ചയിച്ചിരിക്കുന്ന വില ഈ എസ്റ്റേറ്റ് ഉടമകൾക്ക് സ്വീകാര്യമല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അതിന്മേൽ പരാതി കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ഏറ്റെടുക്കുമ്പോൾ അത് കൊടുക്കാൻ തയ്യാറാണെന്ന സൂചന സർക്കാരിന്റെ ഭാഗത്ത് അങ്ങനെ ഒരു സൂചന കൊണ്ട് തീരുന്ന പ്രശ്നമാണല്ല. ഈ ലാലോ വളരെ ലഘൂകരിച്ചാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. തുക കെട്ടിവെച്ചാൽ പോലും ഇത് അന്തിമമായി സർക്കാരിൻ്റെ കൈവശത്ത് ഒരു കാര്യം ലാൽ ഓർക്കണം. ഇത് സർക്കാരിൻ്റെ കൈവശത്തിൽ വന്ന് അവിടെ വീടുകളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം കുറച്ചുകൂടെ ഗുരുതരമാകും. അതുകൊണ്ട് ഈ എസ്റ്റേറ്റിൻ്റെ ഉടമകൾ ഇനിയും ആവുന്നത്ര പ്രതിരോധം ഒരുപക്ഷെ നമ്മൾക്ക് കാണാത്ത തരത്തിൽ പോലും അവർ നടത്തിയാൽ നമുക്കതിനെ കുറ്റം പറയാനായി സാധിക്കുകയില്ല. ഞാനിതിനെ ഒരിക്കലും ഒരു പെസിമിസ്റ്റായിട്ടല്ല ഞാനിതിനെ കാണുന്നത്. അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ ശ്രീ കെ റഫീഖിന് തന്നെ സാധിക്കുമെന്ന് ഞാൻ നോക്കട്ടെ. കാരണം ഞാൻ അദ്ദേഹത്തിന് ഒരു മിനിറ്റ് കൂടെ ഞാൻ ഒന്ന് കൊടുക്കുകയാണ്. കെ റഫീഖ് അങ്ങ് വയനാട്ടുകാരൻ കൂടി ആയതുകൊണ്ട് ഈ കാര്യത്തിൽ ഇപ്പോൾ പ്രൊഫസർ AG ജോർജ് മുന്നോട്ട് വെച്ച ആശങ്കയുണ്ടല്ലോ, അത് പ്രതിപക്ഷത്തു നിന്നും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ആശങ്കയായിട്ട് കൂടി കാണാം. അതിലെന്തെങ്കിലും ഒരു പ്രശ്നമുള്ളതായി താങ്കൾ കാണുന്നുണ്ടോ റഫീഖ്? ഇല്ല, ഒരിക്കലുമില്ല. ഇവിടെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നടപടി എന്ന് പറയുന്നത് ദുരന്തബാധിതരായ ആളുകളെ ആശങ്കയിലാക്കുക, എന്നിട്ട് സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് എതിരായി തിരിച്ചുവിടുക. ആ ലക്ഷ്യത്തോടു കൂടി വളരെ വളരെ ലഘൂകരിച്ചാണ് ഈ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നതെങ്കിലും ലക്ഷ്യമൊന്നു തന്നെയാണ്, അതായത് ആശങ്കയിലാക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെയുള്ള ദുരന്തബാധിതർക്ക് യാതൊരു ആശങ്കയുമില്ല. കാരണം കേരളത്തിലെ ഗവൺമെന്റ് പറഞ്ഞതുപോലെ എല്ലാ പ്രവർത്തനവും നടത്തിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ നമുക്കറിയാം ഈ നിയമ നടപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കൃത്യമായ ഇടപെടൽ കേരളത്തിലെ ഗവൺമെന്റ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ നടത്തിയത് കൊണ്ട് കൂടിയാണ് ഇങ്ങനെ ഒരു വിധി വന്നിട്ടുള്ളത്. മാത്രമല്ല പണം ഉൾപ്പെടെ കെട്ടിവെച്ചുകൊണ്ട് ഉൾപ്പെടെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാണെന്ന് കോടതിയെ ഗവൺമെന്റ് അറിയിച്ചതാണ്. അതുകൊണ്ട് കൃത്യമായി അതുമായി മുന്നോട്ട് പോകും. യാതൊരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകും. അതിന് ഉതകുന്ന നിലയിൽ തന്നെയാണ് ഇന്ന് വിധി ഉണ്ടായിട്ടുള്ളത്. അതിൽ ഇനി വരുന്ന ആശങ്കകൾ അത് നമുക്ക് വരുന്ന ഘട്ടത്തിൽ പരിഗണിക്കാം. നിങ്ങൾ നമ്മുടെ അവതാരകൻ ചോദിച്ചപ്പോഴും ഈ വിഷയത്തിൽ കേന്ദ്രീകരിക്കാനാണ് കോൺഗ്രസ് പ്രതിനിധി തയ്യാറാവുന്നത്. പകരം കേന്ദ്രം സ്വീകരിക്കുന്ന നിലപാടിനെ കുറിച്ച് പറയുന്നില്ല. കേന്ദ്രം ഈ നിലയിൽ സ്വീകരിക്കുന്ന നിലപാടിനെ കുറിച്ചാണ് ജനങ്ങൾ ഒറ്റക്കെട്ടായി പറയേണ്ടത്. കോടതിയിൽ നിന്ന് മറ്റൊരു വിധി വന്നാൽ അതിനെ മറികടക്കാനുള്ള നിലപാട് കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിക്കും. വളരെ കൃത്യമായി ഇന്നുൾപ്പെടെ റവന്യൂ മന്ത്രി അതുമായി ബന്ധപ്പെട്ട കാര്യം വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് കേരളത്തിന്റെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ആശങ്കയുടെ അടിസ്ഥാനമില്ല. പകരം ഈ കേന്ദ്രം സ്വീകരിക്കുന്ന ഈ നിലപാടാണ് നമുക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ശരി.